കൊച്ചിയിൽ മാറ്റങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് നിയമത്തിന്റെ വഴി തന്നെ പോകും, ഉചിതമായ രീതിയിൽ തന്നെ പോകും. ഇപ്പൊ തന്നെ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യത്യസ്തമാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മുടെ മുമ്പിൽ പേരുകളില്ല, ഇപ്പൊ ഇതിൽ പേരുകൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പരിശോധിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ ചാനലിൽ തന്നെ ചില പരാതിക്കാരികൾ ചില അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ നിയമപരമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായി പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കും. അവർ പോലീസിൽ കൊടുത്തിരുന്നതാണോ? അങ്ങനെ അല്ല, 15 കൊല്ലം മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അവര് പരിശോധിക്കുമെന്നുള്ളതാണല്ലോ അതില്. അല്ല, ഞാൻ ചോദിച്ചത് 15 കൊല്ലം മുമ്പ് ആരോട് പറഞ്ഞെന്നാ? ഞാൻ കണ്ടില്ല, ഞാൻ ഇവിടെ ഓഫീസിൽ കാണലായിട്ടിരിക്കും. ആരോടാ പറഞ്ഞിരുന്നേ? അല്ല, ഇന്നല്ല, ആരോടാ പറഞ്ഞിരുന്നേ? അവരാരോട് പറഞ്ഞിരുന്നു? ആ, ഇപ്പൊ എനിക്കറിയില്ല. ഞാൻ ചോദിച്ചത് അന്ന് ആരോട് പറഞ്ഞിരുന്നു എന്നാണ്. നമ്മളിപ്പോ അല്ല, ഇപ്പൊ പറഞ്ഞത് 15 കൊല്ലം മുമ്പ്. ഇപ്പോ നമ്മുടെ ശ്രദ്ധയിലില്ല. നോക്ക്, ഞാൻ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് രീതിയിൽ തന്നെ ചെയ്യും. ചിലപ്പോ കോടതി പരിശോധിക്കുകയാണല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ICC പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ആളുകൾ അതിനെ സമീപിക്കില്ല. ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളൊന്നും അതിനകത്ത് നോക്കേണ്ടതില്ല. ഇതിൽ തെളിവ് തന്ന ആരുടെയും പേരുകൾ അതിനകത്തോ മറ്റ് വിശദാംശങ്ങളും ഇല്ല. ഇതെല്ലാമാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗം ഇപ്പോൾ പുറത്തു വന്നത്, നമ്മൾ കണ്ട ഭാഗം. ഇപ്പൊ എന്തായാലും കോടതിയെ പരിശോധിക്കുന്നുണ്ടല്ലോ, നോക്കാം. അല്ല, വാശി നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്കല്ലോ. അല്ല, കോടതി അതെ, കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളത്. സർക്കാർ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു സംവിധാനം രൂപീകരിക്കുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിൽ ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെ സംരക്ഷിക്കാനാണ്? ഞാൻ പറഞ്ഞ ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ലല്ലോ. അമ്മ സംഘടന അല്ലെങ്കിൽ AMMA, അതിന്റെ ഭാരവാഹികളൊക്കെ ഏത് പാർട്ടിയിലാണ് ചേർന്നേക്കണേ? ഞങ്ങൾക്ക് എന്തിനാ ആരെങ്കിലും സംരക്ഷിക്കേണ്ട ആവശ്യം? എന്നാൽ ഗവൺമെന്റ് എന്ന നിലയിൽ പരിശോധിച്ച് നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉചിതമായി തന്നെ ചെയ്യും.